ഹലോ ഗായ്സ്, വെൽക്കം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ നിങ്ങൾ കാണിക്കാം. ഇവിടെ ഒരു മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. മീൻ പിടിക്കണം കാണാൻ വേണ്ടി പോകണം കേട്ടോ ഞാൻ. അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ഓക്കെ, ടാറ്റാ. അപ്പോൾ ഗായ്സ് ഇത് കണ്ട നല്ല വെയിലാണ്, കടപ്പുറം സൈഡാണ്. അപ്പോൾ അറിയാലോ, അതിന് നല്ല വെയിലും മറ്റേ പാടം കെട്ടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല വെയിലാണ്. അപ്പൊ ഞാൻ തൊപ്പി വെച്ചിലേക്ക് ഞാൻ കറുത്ത് പോകും ഗൈസ്. കറുത്തായിരിക്കണം എങ്കിൽ പോലും ഒന്നുകൂടെ കരിവാളിച്ച് പോകും. അതുകൊണ്ട് കുപ്പിയൊക്കെ വെച്ചിട്ട് പോകുന്നു. ഇതൊക്കെ കണ്ട, ഇതൊക്കെ ഓരോ പാടങ്ങളാണ്. അതായത് ചെറിയ ചെറിയ കെട്ടുകളില്ലേ, മീനൊക്കെ വളർത്തുന്ന മീൻ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ പോണ വഴിക്ക് അവിടെ കുറെ ചേട്ടന്മാർ മീൻ പിടിക്കണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ വല വിരിച്ചിട്ട് എനിക്ക് അവിടെ ചുള്ളി കിട്ടണമെങ്കിൽ മീൻ അവിടെ കൂട്ടങ്ങളുണ്ടാവും. അങ്ങനെ അത് ചുറ്റി വളയണ കാശിനങ്ങൾ കാണുന്നതും അവർക്ക് മീൻ കിട്ടുന്നുണ്ടായിരുന്നു. അവർക്ക് കരിമീൻ വിലോപ്പിയൊക്കെ എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് അവിടെ നോക്കുന്നിട്ട് ഞങ്ങൾ പയ്യെ നടന്നു. കുറച്ചും നടക്കാനുണ്ടായിരുന്നു. അതേ ഞങ്ങളവിടെ എത്തിയിട്ട് അവിടെ എനിക്ക് അവിടെ കയറി നിൽക്കാനൊന്നും, അതായത് ഈ മരങ്ങളുടെ അടിയിൽ കയറി നിൽക്കാന്നൊക്കെ വിചാരിച്ചാൽ വന്നത്. പക്ഷെ അവിടെ എല്ലാം വെട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വെയിലായിരുന്നു. എങ്കിൽ പോലും നല്ല കുഴപ്പമില്ല, നല്ല വൈബായിരുന്നു. അവര് നേരത്തെ വല വിരിച്ചത് എൻ്റെ കസിൻസാണ്. അവന്മാരാണ് ഇറങ്ങിയിട്ട് വലയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലയിട്ടുണ്ടായിരുന്നു. എനിക്ക് വല എടുക്കണമെന്ന് തോന്നുന്നു. ഞാൻ വല്ലപ്പോൾ വൈകിയില്ലോ. അപ്പോൾ എടുക്കണമായിരുന്നു ആ സമയത്ത്. മീൻ ഭയങ്കര വെള്ളത്തിൽ ഭയങ്കര ചൂടായതുകൊണ്ട് മീനൊന്നും കുറവായിരുന്നു. എങ്കിലും നമുക്ക് നോക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടാവും. അങ്ങനെ വല എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങള് മീനൊന്നും ഇല്ലാത്ത കാരണം മീൻ കുറവായിരുന്നു. അപ്പൊ അതുകൊണ്ട് കക്കയും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കക്ക വരാൻ തുടങ്ങി, കക്ക എടുക്കാൻ തുടങ്ങിട്ടാ. അങ്ങനെ അവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മൾ കൂടി വഞ്ചിക്ക് പോകാന്നുള്ള പ്ലാനിട്ട് വഞ്ചിക്ക് പോയിട്ട് അപ്പുറം വേറെ ലൊക്കേഷനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ നല്ല വൈബായിരുന്നു. എല്ലാവരും ഉണ്ട്, അറിയാലോ, കാണുന്നവരെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ അപ്പുറം കുറച്ച് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. ഞാൻ വിചാരിച്ചത് എനിക്കിങ്ങനെ പോകാൻ പറ്റും. ഞാൻ വഞ്ചിയിലും കയറാനും നമുക്ക് പറ്റില്ലല്ലോ, അറിയാലോ, വീൽ ചെയറിലാണ് നമുക്ക് പറ്റില്ല. എടുത്തിരിക്കാനാണെങ്കിലും അത് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വീൽ ചെയർ തന്നെ ഇരിക്കണമെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവൻ്റെ വഞ്ചി എടുത്ത് നേരെ നമ്മൾ പോയി. അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ എനിക്ക് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോകാൻ പറ്റുമല്ലോ ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ പോയി. നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു.
നിങ്ങൾ കാണുന്ന ഒരു കെട്ടാണ്. കെട്ടെന്ന് പറഞ്ഞാൽ പാട് ഞാൻ പറഞ്ഞത് മീൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷെ അതിലിപ്പോൾ നേരത്തെ നടത്തിക്കൊണ്ടെന്ന് വെച്ചാൽ അവരിപ്പോൾ ഒഴിഞ്ഞു പോയി. ഇപ്പോൾ അവിടെ മീൻ കൃഷിയൊന്നുമില്ല. ഇപ്പം അതായത് ഇപ്പം നമ്മുടെ പുഴയിലെ വെള്ളവും ഇതും കൂടി യോജിച്ച് മുട്ടി ഏറ്റവർക്കും കയറുന്ന കെട്ടാണ്. അപ്പം അതുകൊണ്ട് മീൻ നമ്മൾ പുഴയിലുണ്ടാവുന്ന കോമൺ മീനൊക്കെ തന്നെ ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ അതേപോലെ ഇപ്പം ഞങ്ങൾ അവിടെയാണ് വലയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സാധാ കെട്ടിലാണെങ്കിൽ കയറി ഇങ്ങനെ വലയൊന്നും ഇടാൻ പറ്റില്ല, അത് സമ്മതിക്കില്ല. അവർ വളർത്തുന്ന കൃഷി ചെയ്യുന്ന സ്ഥലമല്ലേ, അപ്പം നമ്മൾ കയറി ചെയ്യുന്നത് മോശമാണ്. അപ്പം അങ്ങനെയല്ല. അപ്പം അതൊന്ന് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട്. അങ്ങനെ കാശതേ ഞങ്ങൾ വല പിടിക്കുന്നവിടെ എത്തിയിട്ടുണ്ട്. വല പിടിക്കുന്നവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. വഞ്ചിയിലുണ്ടാകും. അപ്പോൾ ആ വല എടുക്കുന്നുണ്ട്, എന്താ സംഭവം നോക്കാൻ കൂടെ ചെന്നത്. കരിമീനാണ് ഗ്യാസ്, കരിമീനാണ്. രണ്ട് ചെറിയ കരിമീനാണ്, മീഡിയം കരിമീൻ കേട്ടോ. നിങ്ങൾ മീനെ കണ്ടില്ല. കരിമീൻ പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കരിമീൻ പിന്നെ ഉണ്ടായിരുന്നത് വള്ളത്തി ഉണ്ടായിരുന്നു, പൂളാനുണ്ടായിരുന്നു, പിന്നെ അതിന് എന്തിട്ട് കണമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്ര മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടില്ല, ഇപ്പം നല്ല വലിയ അത്യാവശ്യം നല്ല വലിയ കരിമീനാണ് 2 ദിനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ കുറവാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇവൻ 4 മണിക്കൂർ മുമ്പ് ഇട്ട വലയെങ്ങാണ്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിട്ടിട്ട് നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ മീൻ വല എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അത്യാവശ്യം ഇപ്പം മീൻ നിങ്ങളൊരു കുറച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. എനിക്കും അങ്ങനെ കാണാൻ കഴിയുമെന്ന് വിചാരിച്ചാലേ ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെ ഞാൻ നേരത്തെയൊക്കെ വീശാനും വല വെക്കാനും അല്ലെങ്കിൽ മീൻ പിടിക്കാനൊക്കെ പോയിരുന്നു വെച്ചതാണ്. അപ്പോൾ വീൽ ചെയറിൽ നിൽക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൽ അങ്ങോട്ട് അരികത്ത് പോകണ തന്നെ ഭയങ്കര പേടിയാണ്. വീൽ ചെയർ മാറി അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴുവാനൊക്കെയുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇത് വിമാനമുള്ളതുകൊണ്ടാവുമ്പോൾ സപ്പോർട്ടിനൂടെ നമുക്ക് എനിക്കങ്ങനെ വണ്ടിയിലാണെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ല കാണാൻ പറ്റിയ, എക്സ്പീരിയൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിലും പോയി ഇനിയും പോകാൻ പറ്റുന്ന ഡൗട്ടൊക്കെ എല്ലാം മാറി. അങ്ങനെ നമുക്ക് പോയി എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റി. എനിക്ക് അത്രയും വരാനുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ അറിയാമല്ലോ ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഭയങ്കര ഹാപ്പി എന്നുണ്ട്. ഇപ്പം 3-4 വർഷത്തിനിടെ ഗ്യാപ്പിൽ ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ ഇങ്ങനെ വഞ്ചിയിലും കയറുന്നതും ഇതുപോലെ മീൻ പിടിക്കാൻ പോകുന്നതും. വഞ്ചിയിൽ നമുക്ക് ബോട്ടിലെവിടെയെങ്കിലും പോവാം, പക്ഷേ വഞ്ചിയിൽ പോയി നമ്മൾ മീൻ പിടിക്കുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെ. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം മീൻ പിടിക്കണമെന്നുള്ളത്. വെറുതെ നമ്മൾ തിരിച്ചെത്തിയിരുന്നത് ഇനിയിപ്പോൾ ഗായ്സ് ഞാനൊരു കാര്യം പറയാൻ മറന്നു. എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതെ, താങ്ക് യു ഫോർ വാച്ചിങ്.